ഇക്കൊല്ലം ഫെബ്രുവരി 15-ാം തീയതി സുപ്രീം കോടതി ഒരു നിർണായക വിധി പുറപ്പെടുവിച്ചു. അത് സാരമായി തന്നെ ബാധിച്ചിരിക്കുന്നത് BJPയെ തന്നെയാണ്. അതായത് ഇലക്ട്രൽ ബോണ്ട് ഭരണഘടനാ വിരുദ്ധമായി തന്നെയാണ് ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നത് എന്നുള്ള നിഗമനത്തിലേക്ക് സുപ്രീം കോടതി എത്തിച്ചേർന്നിരിക്കുന്നു. ഇതുകൊണ്ട് ഉണ്ടായ ഭീമമായ നഷ്ടം എത്രമാത്രമാണ് എന്നുള്ളത് BJP അളന്ന് തിട്ടപ്പെടുത്തുന്നതേ ഉള്ളൂ. 2014 മുതൽ 2024 വരെ BJP ഇലക്ട്രൽ ബോണ്ട് വഴി സമാഹരിച്ച ധനം എത്രമാത്രമാണ് എന്നുള്ളത് മറ്റുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും അമ്പരപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതിനകത്ത് ഏറിയ പങ്കും BJP ആണെങ്കിൽ അത് കഴിഞ്ഞാൽ രണ്ടാമത് വളരെ വിദൂരമായി എത്തി നിൽക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെയാണ്. ഈ നിയമയുദ്ധം നടത്തിയത് CPIM ആണ് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഈ രാജ്യത്തെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു വാക്ക് ഉരുവിട്ടു. അവർ കുറച്ചേ ഉള്ളെങ്കിലും അവരുടെ വിചാരധാരയെ ഭയപ്പെടണം, അവരുടെ ആശയത്തെ ഭയപ്പെടണം. അവർ തന്നെയാണ് ഏറ്റവും മികച്ച ഐഡിയോളജിക്കൽ എനിമീസ് എന്ന രീതിയിൽ തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവരെക്കുറിച്ച് ഉരുവിട്ടത്. കേരളത്തിൽ നിന്ന് പോയ കേന്ദ്ര സഹമന്ത്രിയായിട്ടുള്ള V മുരളീധരൻ ഒരിക്കൽ പറയുണ്ടായി, ഇലക്ഷൻ സമയത്ത് കോൺഗ്രസും BJPയും ഒക്കെ രാഷ്ട്രീയം പറയും, പക്ഷേ എണ്ണയിട്ട യന്ത്രം പോലെ കേഡർ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടി അത് കേരളത്തിലേ ഉള്ളൂ എങ്കിലും ആ മെക്കാനിസം, ആ മെഷീനറി കൃത്യമായി മനസ്സിലാക്കി പഠിക്കേണ്ടത് CPIMൽ നിന്ന് തന്നെയാണ്. അത് പലർക്കും ഒരു ബാലപാഠം തന്നെയാണ് എന്നുള്ളത്. ഇലക്ട്രൽ ബോണ്ട് വേണ്ട, ഇലക്ട്രൽ ബോണ്ട് വഴി 1 രൂപയും ഞങ്ങളുടെ പാർട്ടിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ ഒരേ ഒരു പൊളിറ്റിക്കൽ പാർട്ടി CPIM മാത്രമാണ്. ഈ ഭാരതത്തിൽ തന്നെ അത് എടുത്തു പറയേണ്ട ശ്രേഷ്ഠമേറിയ ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിനെക്കുറിച്ച് ജോൺ ബ്രിട്ടാസ് പറഞ്ഞൊരു വാക്ക് വളരെ അസന്നിഗ്ധമായി തന്നെ പറയട്ടെ. അദ്ദേഹം പറഞ്ഞു, ഈ നിയമ പോരാട്ടം ഇടതുപക്ഷം മാത്രം നടത്തിയ ഒരു പോരാട്ടമാണ്. എന്നാൽ ഈ രാജ്യത്തിൻ്റെ ഭരണഘടന സംരക്ഷിക്കാൻ വേണ്ടിയും അതുപോലെ തന്നെ ആരൊക്കെയാണ് ആർക്കൊക്കെ ഫണ്ടിങ് കൊടുക്കുന്നത് എന്നുള്ളത് സുതാര്യമാക്കാൻ വേണ്ടിയും നടത്തിയ നിയമ പോരാട്ടത്തിലാണ് ഒരു ഫലം അല്ലെങ്കിൽ ഒരു നിർണായക വഴിത്തിരിവ് എന്ന് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങളെ എത്തിച്ചത്. എന്താണ് ഇലക്ട്രൽ ബോണ്ട് എന്നുള്ളത് കൃത്യമായി തന്നെ ഭരണഘടന വ്യവസ്ഥിതി ചെയ്തിട്ടുണ്ട്. ധനകാര്യ ബില്ല് 2017 അവതരിപ്പിക്കപ്പെട്ടപ്പോഴാണ് അന്ന് ഇലക്ട്രൽ ബോണ്ട് ഉണ്ടായത്. അനോണിമസ് ഇലക്ട്രൽ ബോണ്ട് എന്ന രീതിയിലാണ് അന്ന് ആ ആശയം, ഒരു നൂതന ആശയം പുറപ്പെടുവിക്കപ്പെട്ടത്. എന്നാൽ ഭരണഘടനാ വിരുദ്ധമെന്ന രീതിയിലേക്ക് ഇതുവഴിയുള്ള സമാഹരിക്കുന്ന തുക ആരൊക്കെ കൊടുത്തു, ഏതൊക്കെ വഴിയിൽ കൊടുത്തു എന്നുള്ളതിനെക്കുറിച്ചുള്ള കാര്യത്തിൽ അവ്യക്തതയുണ്ട് എന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. അതെടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. DY ചന്ദ്രചൂഡ് എന്ന ചീഫ് ജസ്റ്റിസ് ഈ കാര്യത്തിൽ പറഞ്ഞത്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈ വിഷയത്തിൽ ഇലക്ട്രൽ ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നിർത്തിവെക്കുകയും ഈ നടപടി മറ്റൊരു അറിയിപ്പുണ്ടാകുന്നത് വരെ തുടരാനും പാടില്ല എന്നുള്ളതാണ്. റൈറ്റ് ടു ഇൻഫർമേഷനെ കൃത്യമായി തന്നെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയാണ് ഇപ്പോൾ സ്വാഭാവികമായും സ്വീകരിച്ചു വരുന്നത് എന്ന് കൂടി കൃത്യമായി DY ചന്ദ്രചൂഡ് കണ്ടെത്തി.